இதெல்லாம் பண்ணி என் தலைவனை ஜெயிக்க முடியாது. எதிர்க்க ஆளேலுங்கிற எண்ணம் தான் ஜனநாயகத்தோட முதல் ஆபத்து. உன் கான்பிடென்ட் நினைச்சு எனக்கு ரொம்ப சிரிப்பு தம்பி. நாங்க பெரிய இயக்கம், நீ ஒத்த ஆளு. ட்ரெயின்ல இருந்து தூக்கி எறிஞ்சப்ப காந்தி கூட ஒத்தாளுதான். ஒத்தாளு கூட்டமா மாறுறதும் கூட்டம் ஒத்தாளா மாறுறதும் இப்பதான் ஒரே நாள்ல நடக்குதான் சார். നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം CJP ആണ് എന്ന് ടൈറ്റിൽ കണ്ട എനിക്ക് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. CJPയെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചിന്തിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയതാണ് പ്രാരംഭത്തിൽ കണ്ട ഇൻട്രോ വീഡിയോ. 2018 AR മുരുകദോസ് സംവിധാനം ചെയ്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ C. ജോസഫ് വിജയ് അഭിനയിച്ച സർക്കാരൻ ചലച്ചിത്രത്തിൽ വിജയ് പറയുന്ന ഒരു മാസ് ഡയലോഗാണ്, ഒരാൾ കൂട്ടമായി മാറുന്നതും കൂട്ടം ഒരാളായി മാറുന്നതും ഇപ്പോഴെല്ലാം ഒരേ നാളിൽ സാധ്യമാണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് സത്യമാണ് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അതിൽ അതിശോക്തിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടി ഉത്ഭവിക്കാനുണ്ടായ കാരണം, അതിൽ നിന്ന് എങ്ങനെയാണിത് മൂവ്മെൻറ്റായി മാറിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സന്ദർഭം ഇതാണ്. ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ നിയമനത്തെക്കുറിച്ച് ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെ ചില അഭിഭാഷകരുടെ നിയമ ബിരുദങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സംശയം പ്രകടിപ്പിക്കുകയാണ്. അതേ തുടർന്ന് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, ഇന്ത്യൻ യുവാക്കളെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഈ ഒരു മൂവ്മെൻറ്റ് തുടങ്ങാനായി കാരണമായി തീർന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ആ കേസിനിടയിൽ പറഞ്ഞത്: "There are youngsters like cockroaches who don't get any employment or have any place in the profession. Some of them become media, some of them become social media, RTI activists and other activists, and they start attacking everyone." ഈ ഒരു പരാമർശം ഇന്ത്യൻ യുവജനങ്ങളെ കോക്രോച്ച് എന്ന് വിളിച്ചു, അധിക്ഷേപിച്ചു. അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള യുവാക്കളെ അപ്രകാരമുള്ള അധിക്ഷേപത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കി ആ ഒരു പരാമർശത്തിനെതിരായി ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ഇന്ത്യക്കാരനായ, എന്നാൽ ഇപ്പോൾ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന അഭിജിത്ത് ദീപ്കെ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. 5 ദിവസം കൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാട്ടിലും ഫോളോവേഴ്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 22 മില്യൺ ഫോളോവേഴ്സാണ് അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരിക്കുന്നത്. ട്വിറ്ററിലും ഫേസ്ബുക്കിലുമെല്ലാം ഇതൊരു വലിയ തരംഗമായി മാറുകയാണ്. അവരുടെ ട്വിറ്റർ അക്കൗണ്ട് രാജ്യസുരക്ഷയ്ക്ക് എതിരാണ് എന്ന് പരാമർശിച്ചുകൊണ്ട് എടുത്ത് മാറ്റപ്പെട്ടതും അതിന് എഗൻസ്റ്റായി മറ്റൊരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയതുമൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് അതിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു മതത്തിൻ്റെ എല്ലാം ഒരു സംഘടനയുടെ ഭാവി എപ്പോഴും യുവാക്കളിലാണ്. നാളത്തെ വാഗ്ദാനങ്ങളാണ് യുവജനങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കേവലം ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പറയുന്നതല്ല, അതിനപ്പുറമായി ജീവിതത്തിൻ്റെ പരിപരുത്തനായ അവസ്ഥകൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ കഴിയുന്നവർ ഒരു സംഘടിതമായി ചേർന്ന് ഒരു മൂവ്മെൻറ്റായി ഇറങ്ങുമ്പോൾ അത് വലിയ മാറ്റമുണ്ടാക്കുമെന്നുള്ളതാണ് CJP മുൻപോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയിഡ്, അതിൻ്റെ ഫൗണ്ടർ ഐഡിയോളജി തന്നെ വളരെ ഒരു പൊളിറ്റിക്കൽ സെറ്റർ ഗ്രൂപ്പായിട്ട് തുടങ്ങിയതാണ്. എന്നാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയിൽ ഒരു അഡ്വക്കേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് സമീപിച്ചു എന്നാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, യുവജനങ്ങളെ ആരും ചെറുതായി കാണരുത്. അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, സഭാ മേലധ്യക്ഷന്മാരായിക്കോട്ടെ, നേതൃത്വമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ ആശയങ്ങൾക്ക് നല്ലതായ കാമ്പും ആശയങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനുള്ള സ്രോതസ്സുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ യുവ മനസ്സുകളെയും യുവ തലച്ചോറുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ന്യൂ ചേഞ്ചിന് സാധ്യമായി തീരട്ടെ. CJPയുടെ ഭാവി എന്താകും നമുക്കറിയത്തില്ല, നോക്കാം, കാണാം. എന്നാൽ ഇതൊരു പോസിറ്റീവ് മൂവ്മെൻറ്റായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ തലങ്ങളിലും ഇന്നത്തെ യുവാക്കൾ, പ്രത്യേകിച്ച് ഈ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ ആ മൈഗ്രേഷൻ പശ്ചാത്തലത്തിൽ നിന്ന് വിഭിന്നമായി ഇവിടെ തന്നെ ഒരു
യങ് ബ്രെയിൻ അത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ആ പ്രതീക്ഷയിൽ ഉയരുവാൻ സാധിക്കട്ടെ. താങ്ക് യു.